പാത്തുവോ പാത്തുവോ ആ ചായ എടുക്ക് പാത്തുവോ. എന്തിനാണ് ഇങ്ങനെ രാവിലെ തന്നെ വിളിച്ചു കൂടത്? 10-18 കൊല്ലായിട്ട് നമ്മൾ ഈ ചായ എന്നല്ലേ നിങ്ങൾക്ക് തരുന്നത്? നല്ല ചായ കിട്ടണമെങ്കിൽ ലേസം വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല ചായ അന്റെ ഈ ബെടക്ക് ചായ കുടിച്ച് കുടിച്ച് ഇപ്പൊ നല്ല ചായ കുടിക്കുമ്പോ നമുക്ക് വായിക്ക പറ്റാണ്ടായിക്കണ്. ഇതും നല്ല ചായ തന്നെയാ. ബെടക്കാണെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ കുടിക്കണേ? ഇത് നമ്മൾ എന്നെ കുടിച്ചോളാം. ശീലായി പോയില്ലേ, കുടിക്കാണ്ടക്കാൻ പറ്റൂല്ലോ. പത്രമില്ല, അതാ പ്രശ്നവും. പത്രത്തിന് എന്ത് പറ്റി? പത്രത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. പത്രം എന്താന്ന് പത്രക്കാരനോട് നമ്മള് പറഞ്ഞു. എന്തേ ഈനൊക്കെ പൈസ ആര് കൊടുക്കൂ? പത്രം ചായ തന്നെ നമ്മളെ വീക്ക്നെസ്. അതെന്തേത്താ ചായന്റെ കൂടെ പത്രം ഇങ്ങനെ കടിച്ച് തിന്നുണ്ടോ? തിന്നല്ല, ചായ കുടിച്ചോണ്ട് ഓരോ വാർത്ത വായിക്കും, എന്നിട്ട് അത് മനസ്സിലേക്ക് കയറ്റി വിടും. ലേശം ചായ ലേശം വാർത്ത, ലേശം ചായ ലേശം വാർത്ത, ഇതേനി നമ്മളെ രീതി. പക്ഷേ പത്രത്തിനെടുക്കാൻ പൈസ ഇല്ലാണ്ടായിക്കണിപ്പോ. കേബിളും നമ്മൾ ഉടനെ കട്ട് ചെയ്യൂട്ടോ. വല്ലാണ്ട് കട്ട് ചെയ്യും. കേബിൾ കട്ട് ചെയ്താൽ ഞാൻ എങ്ങനെ സീരിയൽ കാണൂ? ഈ സീരിയൽ കാണണ്ട, കൊന്നാളും നമ്മൾ കൊല്ലടിക്കുന്നേ. ഈ മക്കളെല്ലാം കൂടി തന്നെയാണ് ചെയ്തോണ്ടിരിക്കണെന്നു. സീരിയൽ കണ്ടില്ലേ നമുക്ക് ഭ്രാന്ത് പിടിക്കൂ. അതല്ലെങ്കിലും എനിക്ക് ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം കൂടി ചെലവ് കാരണവും നമുക്ക് ഭ്രാന്ത് പിടിക്കും. കുട്ടികളെ പഠിത്തം, വീട്ടുവാടക, ഗ്യാസ്, വീട്ടു ചെലവ്, ഇതെല്ലാം കൂടി നമ്മൾ ഒരുത്തന്റെ വരുമാനം കൊണ്ടാണ് ഓടുന്നത്. അതിന്റെ കൂടെ പത്രവും TV, അതുകൊണ്ടാ കട്ട് ചെയ്യാൻ തീരുമാനിച്ചേ. പത്രങ്ങൾ കട്ട് ചെയ്തോളി, നമുക്ക് ഒരു കുഴപ്പമില്ല. അതെനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലേ. ആണി സമ്മതിച്ച്. പക്ഷെ കേബിളുകൾ കട്ട് ചെയ്താല് വിധം മാറും. സീരിയൽ കാണാന്ന് പറഞ്ഞാലേ അത് ഞങ്ങൾ സ്ത്രീകളെ മൗലിക അവകാശമാണ്. പാത്തുവോ, ഈ ചെലവെല്ലാം കൂടി താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അതാണ്. നിങ്ങൾക്ക് കണ്ട പീഡിയെന്നു വായനശാലൊക്കെ കുത്തിരുന്ന് പത്രം വായിക്കാം. കേബിൾ കട്ട് ചെയ്താല് ഞാൻ ഏടുക്ക് പോയിട്ട് സീരിയൽ കാണൂ? ആ ഒന്നും ഞമ്മക്കറിയണ്ട. ദാമൂസക്കായെ സീരിയലിലെ കഥാപാത്രങ്ങൾ തന്നാലേ എനിക്ക് എന്റെ നരിക്കിന് കുടുംബക്കാരെ മാതിരിയാ. ഓല വിശേഷങ്ങള് എനിക്ക് എല്ലാ ദിവസവും അറിയണോ. അങ്ങനെയാണെങ്കിലേ ആ കേബിളിന്റെ പൈസ ഇയ്യന്നാണ്ട് കൊടുത്താള്. നമ്മൾ ഏടുന്നെടുത്ത് അടിക്കാനാണീ? നമുക്ക് എന്തെങ്കിലും ജോലിയും കൂലിയും ഉണ്ടോ? എന്തെങ്കിലും ചെറിയ വരുമാന മാർഗം ഇജ്ജും കണ്ടെത്തണോ. അല്ലാണ്ടേ ഒരു വീട്ടിലെ കംപ്ലീറ്റ് ചെലവും കെട്ടിയോന്റെ തലക്ക് കെട്ടിയൊക്കെയല്ലേ വേണ്ടേ. നമ്മൾ എന്ത് കുന്തം ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തൊക്കെ ബിസിനസ് നമ്മൾ നടത്തി നമ്മൾ കൊണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു പണിക്ക് പോണോ ഈ? പല പലഹാരം ഉണ്ടാക്കാനോ തയ്യലോ തുട നിർമ്മാണോ അങ്ങനെ എന്തെങ്കിലും, അത് ഞമ്മക്കൊരു ആശ്വാസവും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുമ്പോഴേ ജോലിക്ക് പോകും, അറിയോ എനിക്ക്? എന്നാലേ നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പഠിക്കാൻ കൊണ്ടുവച്ചെന്നാക്കി നമ്മൾ അന്ന് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് പണിയെടുത്തിട്ട് അതിന്റെ പൈസ നിങ്ങൾക്ക് കൊണ്ടുതരാ. ഇതൊന്നും മിണ്ടാണ്ട് നിൽക്കുവോ? വെറുതെ വായിട്ടിളക്കാനും തിന്നാനും അല്ലാണ്ട് അന്നെ കൊണ്ടെന്താ പറ്റുക? എന്നാ ഞാൻ ഉണ്ടാക്കി തന്ന ചായ കൊണ്ട് തരി. ഞാനല്ലേ ചായ ഉണ്ടാക്കി തന്നേ? അന്റെ സ്വഭാവം തന്നെയാ മക്കളും പഠിച്ചു വെച്ചിക്കണ്. രണ്ടും നല്ല മടി പിടിച്ച സാധനങ്ങളാ. എനിക്കറിയോ, നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പത്രം വിറ്റ് നടന്നിക്കണ്. നമ്മളെ കുട്ടികൾക്കും ഈ അബ്ദുൽ കലാമിനെ ഒന്ന് അനുകരിച്ചൂടെ? നിങ്ങൾക്ക് അബ്ദുൽ കലാമിനെ ഒന്ന് അനുകരിച്ചൂടായിനോ? മൂപ്പരെ ഒരു ശാസ്ത്രജ്ഞനാണ്, പഠിക്കുന്ന കാലത്ത് പഠിച്ച ശാസ്ത്രജ്ഞനാ. ഇങ്ങളോ മീ വിറ്റ് നടക്കല്ലേ? 7ാം ക്ലാസ് തോറ്റ് പഠിത്തം നിർത്തി ഇങ്ങനെ നടന്നോളൂ. ആരോട് പറയാ? അബ്ദുൽ കലാമിന്റെ കാര്യമൊക്കെ ഇവളോട് പറഞ്ഞിട്ട് എന്താ? കാട്ടുപോയിക്ക് എന്ത് ജങ്കരാന്തി? പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളെ ജീവിതം കട്ടപ്പോകാവും. നിങ്ങൾക്കറിയോ മൂസക്കായെ പത്രവും കേബിളും ഒക്കെ പഠിത്ത് കട്ടാക്കിക്കാളൂ. ഹലോ, കേബിൾ കട്ട് ചെയ്താ പിന്നെ നമ്മൾ എങ്ങനെ TV കാണും ഉമ്മച്ചിയെ? ആ റസിയ ചങ്കിൽക്ക് ഒരു കത്തി കുത്തി ഇറക്കിയോണ നമ്മൾ ആ വാർത്ത കേട്ടത്. കേബിളും പത്രമൊക്കെ ഒരു വീട്ടിൽ വരുത്തിക്കേണ്ടത് ഉപ്പച്ചിന്റെ കടമയാണ്. മാണെങ്കിലേ നമ്മളോട് വെത്തിക്കോളാൻ പറഞ്ഞി, പൈസ നമ്മൾ എന്നെ കൊടുക്കണം പറഞ്ഞ്. ഇത് എന്തൊരു ഉപ്പച്ചിയാണിത്? ഗാർഹിക പീഡനത്തിന് ഉപ്പച്ചിക്കെതിരെ കേസ് കൊടുത്താലോ? അതിനിത് ഗാർഹിക പീഡനാണോ? പിന്നെ അല്ലാതെ. വീട്ടിലുള്ളവരെ TV കാണാനും പത്രം വായിക്കാനും അനുവദിക്കാതെ പീഡിപ്പിക്കാനുള്ള ഉപ്പച്ചി ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല റിസ്വാനെ, നമുക്ക് എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തിയാലേ രക്ഷയുള്ളൂ. എന്നാ പിന്നെ കേബിളിനും പത്രത്തിനും ഉപ്പച്ചിനോട് പൈസ ചോദിക്കേണ്ട ആവശ്യം നമുക്ക് വരൂലല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കേബിളിന്റെ പത്രത്തിന്റെ കാര്യം മാത്രല്ല, നമുക്ക് വേറെന്തെങ്കിലും ആവശ്യം കൂടി വരികയാണെങ്കിൽ ഉപ്പച്ചിന്റെ മുന്നിൽ തല കുനിക്കണ്ട, നമ്മളെ പൈസ നമ്മൾ അങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്തും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ? ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വേണ്ടേ?
നമ്മളെ കയ്യിൽ എന്തേത്തും തേങ്ങാ പിണ്ണാക്കള്ളേ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും പൈസ, നമുക്ക് വേണ്ടതും പൈസ. അതെ, എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ പത്രവും ടിവിയും മാത്രല്ല, നമ്മള് ലേശം ചോറ് അധികം തിന്നെന്നും പറഞ്ഞിട്ട് അരി വരെ മൂപ്പര് കട്ട് ചെയ്താളൂ. പൈസ മുടക്കാതെ നമ്മളെങ്ങനെ പൈസ ഉണ്ടാക്കൂ? ആലോചിക്ക്, എന്തേലും കിട്ടും. പൈസ മുടക്കാതെ നമ്മൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ വല്ല മോഷണം തുടങ്ങേണ്ടി വരും. അല്ലോ അത് വേണ്ടേ? ഇവിടെ മൂസക്കായിന്റെ കീസേന്ന് ഒരു 5 ഉറുപ്പ്യ എടുത്താലും മൂപ്പര് നമ്മളെ കയ്യോടെ പിടികൂടലുണ്ട്. അന്നപ്പാ പുറത്തു പോയിട്ട് കക്കണ്. അല്ലേലും മോഷണം ഒരു സുഖമുള്ള ഏർപ്പാടൊന്നല്ല. പിന്നെന്താ കുറുസ്മോന്? ധൃതി വെക്കാതെ നമുക്ക് ആലോചിക്കാം. ഉമ്മച്ചിയെ, നിങ്ങൾ കുറച്ച് കട്ടൻ ചായ അവിലും പഴമൊക്കെ എടുത്തിട്ട് വാ, നമുക്ക് കഴിച്ചോണ്ട് ആലോചിക്കാം. വെറുതെ കുത്തിന്ന് ആലോചിച്ച ഒന്നും കിട്ടൂല. അതിനെന്തിനാ വെറുതെ പഞ്ചാര അവിലും പയൊക്കെ ചെലവാക്കണേ? എന്റെ ഉമ്മച്ചിയെ, ഇങ്ങനെ എച്ചിത്തരം പറയാതെ ആലോചിക്കണേ, കുറച്ച് എനർജി ഒക്കെ വേണ്ടേ? ഓ ശരി, ഉണ്ടാക്കി തരാം. എങ്ങനാണെങ്കിലും നമ്മക്ക് തന്നെയാണല്ലോ പണി. ഉമ്മച്ചിയെ, നിങ്ങൾ പോയി കഴിക്കാനുള്ള ഐറ്റംസ് കൊണ്ട് ഞങ്ങൾ അപ്പളേക്ക് ആലോചിക്കാം. ശരി, എന്നാ നമ്മള് പോണ്. ആലോചിച്ചിട്ട് ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാക്കണം. ആ ശരി മച്ചി. എന്താ റിസ്വാനെ ജി ആലോചിക്കുന്നത്? അല്ല, അവിലുമ്മച്ചി പഞ്ചസാര ഇടോ ശർക്കര ഇടോ എന്ന് ആലോചിക്കുന്നു. എന്റെ ഒക്കെ കൂടെ ഇരുന്ന് ആലോചിക്കാൻ നിന്നാലേ ഒരു കുന്തും കിട്ടാൻ പോകുന്നില്ല. അല്ല, നമുക്ക് ആലോചിക്കാത്ത പൈസ മുടക്കില്ലാത്ത എന്തേലും വേണം ആലോചിക്കാൻ. പൈസ മുടക്കാതെ ഇപ്പൊ എന്താ? എന്തേലും ഉടായ്പ പരിപാടി കണ്ടുപിടിക്കണം. ഉടായ്പെങ്കിൽ ഉടായ്പ്, ഡയറക്റ്റ് മോഷണം ആവാതിരുന്നാ മതി. പടച്ചോനെ, പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ. ഉടായ്പെങ്കിൽ ഉടായ്പ്, ഒരു മാർഗം ഈ കാട്ടി തരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷം സുശീല? കഷ്ടപ്പാടും ദുരിതവും പിന്നെ മൂസക്കായിന്റെ തൊള്ളേക്ക് എടുക്കണ മുയ്യമ്മ വെടക്ക് വർത്താനവും കേട്ട് ഇങ്ങനെ ജീവിച്ചു പോണി. നിങ്ങൾക്ക് മടുത്തില്ലേ ജീവിതം? മടുത്തില്ലേന്ന് എന്ത് ചോദ്യ സുശീല ചോദിക്കണേ? അതുഞ്ച മൂത്ത് നോക്കിയിട്ട് ഒരു സീരിയല് കാണാൻ പോലുള്ള സ്വാതന്ത്ര്യം നമ്മക്ക് ഈ പൊരയിലില്ല. ഈ സീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകളുടെ ജീവരക്തല്ലേ? ആണി, അതെനക്കറിയാം. പക്ഷെ മൂസക്കായ്ക്ക് അറിഞ്ഞൂടാ. മൂപ്പര് ഇവിടുത്തെ കേബിള് കട്ട് ചെയ്യാൻ പോവുക. എന്തിനീ? പൈസ ഇല്ലോലെ, പൈസ ഇല്ലാന്ന്. എന്നും മീൻ വെക്കാൻ പോണ ആളാ, എന്നിട്ട് പൈസ ഇല്ലാന്ന്. പത്രമൊക്കെ നിർത്തി വേടാ. കേബിളും വേൻ തന്നെ കട്ട് ചെയ്യും. ഇനിയിപ്പൊ കേബിളും ആണെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് കേബിളിന് പൈസ കൊടുക്കാനാ പറഞ്ഞേ. സുശീല, ഞാനെന്താകൂ? ഞാൻ മെലിഞ്ഞോലേ നോക്കി. നിങ്ങൾ പൈസ ഉണ്ടാക്കി കേബിളിന്റെ ബില്ല് അടക്കണോ? നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നാണ് ആലോചിക്കണേ. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള തീവ്രമായ ആലോചനയിലാണ് ഞാനും എന്റെ മക്കളും. ഇതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പൈസ ഉണ്ടാക്കാനുള്ള വിദ്യ എന്നോട് ചോദിച്ചപ്പോരെ, ഞാൻ പറഞ്ഞു തരൂല്ലേ? എന്ത് വിദ്യ? നിങ്ങൾ നമ്മുടെ കൂടെ കൂട്ടുകച്ചവടത്തിന് കൂടിക്കോ, നമുക്ക് പൈസ ഉണ്ടാക്കാം. എന്ത് കച്ചവടോ? അന്റെ കാര്യായിട്ടാ ചോദിക്കണേ? മാന്യായിട്ടുള്ള എന്തെങ്കിലും കച്ചവടാണോ? പിന്നല്ലാതെ. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ. എന്ത് പണിയാ നമ്മൾ ചെയ്യണ്ടേ? മാർക്കറ്റിംഗ്. പാത്തു എന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്താൽ മാത്രം മതി, പൈസ ഉണ്ടാക്കാം. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു സംശയാണ് സുശീല. മാർക്കറ്റിൽ പോയിട്ട് കച്ചവടം ചെയ്യല? എന്റെ പാത്തു അല്ല. പിന്നെ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിക്ക് വിശദമായിട്ട് പറഞ്ഞതിന് മുന്നേ ഞാൻ എന്റെ മക്കളെ വിളിക്കട്ടെ. റിസ്പോനെ, സലാം. റേസിയ, ഇങ്ങോട്ട് വാ, മിറ്റത്തേക്ക് വാ. ഞാൻ എന്റെ ബിസിനസിന്റെ തന്ത്രകുന്ത്ര മന്ത്രങ്ങളെ പറ്റി, അതൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ സംസാരിക്കുന്ന വാക്കാണ്. ഒന്നുമില്ല പാത്തോ. ഇങ്ങോട്ടേരി മക്കളെ, ഒന്ന് ചോദിക്കാം. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തോ ഒരു പരിപാടി സുശീലം പറഞ്ഞു തരാം. പരിപാടി? നിങ്ങൾ എന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്താൽ മതി. മുഴുവനായിട്ട് ചെയ്യണമെന്നില്ല, പാർട്ട് ടൈം ചെയ്താൽ മതി. അല്ല, എന്താ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യണ്ടേ? എന്റെ പ്രൊഡക്ട്സ്. എന്താണ് ഈ പ്രൊഡക്ട്സ്? സുശീലൻസ് ഉമ്മിക്കരി. ഉമ്മിക്കരിയാ? ആ, സുശീലൻസ് ഉമ്മിക്കരി. പഴമയിലേക്ക് പോകും, പല്ലുകളുടെ പെരുമഴയാകും. അതാണ് എന്റെ പ്രൊഡക്റ്റിന്റെ ക്യാപ്ഷൻ. ഒന്ന് മിണ്ടാണ്ടിരിക്കും വെച്ചേ. ഈ ഉമ്മിക്കരിയൊക്കെ ഇക്കാലത്താരം വാങ്ങോ? ഉപയോഗിക്കൂ. ആയുർവേദി പ്രൊഡക്റ്റ് നേടിയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നത്. ആയുർവേദം നേടിയ ഈ നാട്ടിൽ എന്തും വിൽക്കാം. അത് ശരിയാ.
ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണേ? തുടക്കത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ മാർക്കറ്റിംഗ് വികസിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് സമയം മാത്രം ഉപയോഗിച്ചാൽ മതി. വിറ്റ് കിട്ടുന്നതിന്റെ പകുതി നിങ്ങൾക്കും ബാക്കി പകുതി എനിക്കും. പക്ഷെ ഒരു സംശയം സുശീല, ഈ ഉമിക്കേരി വിറ്റു പോവൂ? പോകും. ഉമിക്കിരിയിട്ട് പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. അത് ശരിയാ, പക്ഷെ ഈ സുശീലൻ സുമിക്കരി എന്നുള്ള പേരൊരു സുഖല്ല. അത് ശരിയാണ് റസിയ. സുശീല, എന്റെ മൂത്തോക്കി പറയുന്നതിനെ കൊണ്ട് ഇനി ഒന്നും വിചാരിക്കരുത്. അന്നെ അറിയുന്നോല ആരത് വാങ്ങൂല. നിങ്ങൾ സൗകര്യം വാങ്ങിയാ മതി. പൈസ ഉണ്ടാക്കാൻ ഒരു വഴി പറഞ്ഞു തരുമ്പോ എന്റെ തലക്കെട്ടുകാരും അല്ലേ? ഞാൻ പോത് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതി. നിങ്ങളില്ല വേറെ ആളുണ്ട്. അതല്ല പിന്നെ കണ്ടിനി ഉമ്മച്ചി എന്താ ചെയ്യാ? സുശീലിനാളൊരു ഉടായിപ്പാണി, അതാണ് പ്രശ്നവും. ഉമ്മച്ചിയെ, പൈസ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഉടായ്പൊക്കെ വേണം. ഉടായ്പിന്റെ കാര്യത്തിൽ നമുക്ക് സുശീലേട്ടനെ വിശ്വസിക്കുകയും ചെയ്യാം. പിന്നെ നമ്മക്ക് ഈ മാർക്കറ്റിംഗ് പരിപാടി അങ്ങോട്ട് ഏറ്റെടുത്താലോ? എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം. ഓക്കെ, നമ്മളിത് ചെയ്യുന്നു. അരുവിക്കരയിൽ കനത്ത മത്സരം നടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഗവൺമെന്റിന്റെ ഭരണത്തിനുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും അരുവിക്കര ഫലത്തിൽ പ്രതിഫലിക്കുക എന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് പഴയ പത്രം വായിക്കണേ? ശീലിച്ചു പോയതല്ലേ പത്തോ രാവിലത്തെ പത്രവായന. ഇപ്പൊ പത്രമില്ലല്ലോ, അതുകൊണ്ട് പഴയ പത്രം വായിക്കുകയാണ്. പത്രം വരുത്തിക്കോളിട്ടോ, പൈസ ഞങ്ങള് കൊടുത്തോളാം. ഞങ്ങളോ? ആരായി ഞങ്ങള്? ഞാനും ഉഞ്ച മക്കളും. അതിന് നിങ്ങൾക്ക് എന്താ വരുമാനോ? അതിന് ഞങ്ങൾ അറിയണേ. പത്രത്തിന്റെയും ടിവിന്റെയും ഒക്കെ പൈസ ഇനി മുതൽ നമ്മൾ കൊടുത്തോളൂ. അല്ല, നിങ്ങൾ എന്ത് ചെയ്തിട്ടപ്പോ പൈസ ഉണ്ടാക്കാൻ പോണ്? കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിടാൻ പറ്റൂല. എന്താണെങ്കിലും കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും നമ്മൾ പോണില്ല. അത്രയും പറഞ്ഞാ മതി. ശരി, വലിയ ഉപകാരം. നാളെ മുതൽ പത്രട്ടോളാൻ പത്രക്കാരനോട് പറഞ്ഞോളി. ഞാനും മക്കളും അധ്വാനിക്കാൻ തീരുമാനിച്ച്. ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടായാല് ഒരേയുള്ളവർക്കല്ലേ പണി. നിങ്ങളെ ഇഞ്ച വീക്ക്നെസ്സിലാ കേറി പിടിച്ച് സീരിയലി. അതുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കാൻ തീരുമാനിച്ച്. ചുരുക്കി പറഞ്ഞാല് പൈസന്റെ ബുദ്ധിമുട്ട് ഇനി ഇപ്പൊ പെരയിൽ ഉണ്ടാവൂല. ഇല്ല, പത്രവും ടിവിയും മാത്രമേ നമ്മൾ ഏറ്റെടുത്തില്ലേ, ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. പിന്നൊരു കാര്യം, നമ്മളോട് പൈസയും കടിച്ചു വെച്ച് വരരുത്. അത് നമ്മൾ ഇപ്പോഴേ പറഞ്ഞു തന്നേക്കാം. ആദ്യം 10 രൂപ ഉണ്ടാക്കി, എന്നിട്ടല്ലേ ബാക്കി. ഉണ്ടാക്കും മുസക്കായെ, നമ്മൾ ഉണ്ടാക്കും. നിങ്ങൾ നോക്കിക്കോളി, നമ്മൾ പൈസ ഇങ്ങനെ വാരും. മുറ്റത്തിന് ചളി വാരിക്ക വേണമെങ്കിൽ നിങ്ങൾ എന്നെ വായിക്കോളൂ. നിങ്ങൾക്ക് അത് തന്നെ കൊണ്ടുപോയിക്കണ്ട ചായ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ചായ നമ്മൾ തരൂല. ഒരു ദിവസം കൊണ്ട് പോയി കിട്ടി മനുഷ്യന്റെ. ഏയ്, ഇങ്ങനെയുണ്ട പെണ്ണുങ്ങൾ? ഏതൊക്കെ വീട്ടിലെ ഭാര്യമാര്? ഭർത്താവിനെ ഭാര്യ തലക്കടിച്ചു കൊന്നു. അതന്നെ കേൾക്കണ ന്യൂസ് മുഴുവൻ അതാ. എല്ലാത്തിനും പിരാന്താ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, സുശീലൻസ് ഉമിക്കരി. വീട് വീടാന്തരം നാട് നാടാന്തരം കയറി നമ്മൾ ഇത് വിൽക്കുന്നു. കാശുമായിരുന്നു. ഓക്കെ, ട്രിപ്പിൾ ഓക്കെ. നമ്മളിതാ മാർക്കറ്റിംഗ് ആരംഭിച്ചു.
പത്രോ? ഭാര്യയും മക്കളും അധ്വാനിച്ചുണ്ടാക്കിയ പത്ര. എന്തായാലും സമാധാനായി. കൊച്ചി മെട്രോ പണികൾ പുരോഗമിക്കുന്നു. കോഴിക്കോട്ട് നിന്നാണാവോ മെട്രോ വരിക? പഠിച്ചോനെ, മെട്രോ വരണം. ചായ എങ്ങനെയുണ്ട് നമ്മൾ വരുത്തുന്ന പത്രം? പ്രത്യേകതയൊന്നുമില്ല, ഒരു സാധാരണ പത്രം പോലെ തന്നെ. എന്താണെങ്കിലും ഞാൻ വാങ്ങി തരുന്ന പത്രല്ലേ, വായിക്കി കേക്കട്ടെ. സുശീലൻ ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേച്ചവർക്ക് പല്ലുവേദനയും വായിൽ നിന്ന് രക്തവും വരുന്നു. സുശീലൻസിന്റെ ഉടമ ചെലവൂർ സ്വദേശി സുശീലനെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. ഉമിക്കരിയാണെന്നും പറഞ്ഞ് വിറ്റത് കരിയും മണലും ചേർന്ന മിശ്രിതം. ഇത് വിറ്റവരെയും പോലീസ് തിരയുന്നു. അല്ല, ഇത് ഓനല്ലേ നമ്മളെ സുശീലേ? കുടുങ്ങി. അനിക്കെന്തിനെ പേടിക്കണേ? ഓന്റെ തോന്നിയ സോൻ എത്രയായാലും അവസാനിപ്പിക്കൂ. വിറ്റവരെയും പോലീസ് തിരയുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, അതിനെന്താണ്? വിറ്റ വേറെ ആരും അല്ല, നിങ്ങളെ കെട്ടിയോളും കുട്ടിയോളും ആണ്. പഠിച്ചോനെ കുടുങ്ങിയോ? അനക്കൊന്നും വേറെ ഒരു പണിയും കണ്ടില്ലടി പൊത്തെ. നിങ്ങള് കേബിള് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആകെ വേജാറായി. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം വിചാരിച്ച്. സോറി. ഞങ്ങള് പോലീസ് പിടിക്കോ മുസക്കായി? അന്നൊക്കെ പിടിക്കണം, എന്നാലേ ഇതൊക്കെ പഠിക്കൂ. പഠിച്ചോനെ, നിങ്ങള് നമ്മളെ രക്ഷിക്കണം മുസക്കായി. നമ്മളെ മക്കളെ പോലീസിന് വിട്ടു കൊടുക്കരുത്. റബ്ബേ, എന്തെല്ലാം പുലിവാലുകളാണ് ഈ ഉമ്മയും മക്കളും ഉണ്ടാക്കി വെക്കുന്നത്. ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോണേ പഠിച്ചോനെ? മുസക്കായി എങ്ങോട്ട് നോക്കി? ചെറുപ്പം മുതലേക്ക് പോലീസിനെ കണ്ടാ പേടിയാ. അപ്പോഴും ഉണ്ട് നമ്മളെ വിട്ടുകൊടുക്കും. ഒന്ന് മിണ്ടാണ്ടൊക്കെ കഴുതേ. നമ്മള് കൈതാണി വിട്ടുകൊടുക്കരുത്. നമ്മളാ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ മൂസക്കായി നമ്മളെ പോലീസിന് വിട്ടുകൊടുക്കരുത്. അല്ലോ നമ്മൾ ഇതാക്കൂ. എന്തായി മൂസക്കായി? ആ SI ഒരു പാവായതുകൊണ്ടേ ഉപ്പർക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. സുശീൽ എപ്പോഴും അകത്താ. തൽക്കാലം രക്ഷപ്പെട്ടു കുട്ടിക്കോളി. നമുക്ക് സമാധാനം. ഉമ്മയും മക്കളും കൂടി സമ്പാദിക്കാൻ ഇറങ്ങിക്കണം. എടി, നേരായ മാർഗത്തിലൂടെ വേണം കായുണ്ടാക്കാൻ, അല്ലാത്തത് വായൂല. സോറി പച്ചിയെ, എങ്ങനെയും പൈസ ഉണ്ടാക്കണം മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചേ. ഇനിയിപ്പോ തൽക്കാലം നിങ്ങൾ ആരും കഷ്ടപ്പെടണമെന്നില്ല. പത്രത്തിന്റെ കേബിളിന്റെ ഒക്കെ പൈസ നമ്മൾ കൊടുത്തോളൂ. പക്ഷെ ഞമ്മക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും നിങ്ങൾ. എന്താണ്? ഇത് കുറച്ച് പച്ചക്കറി വിത്തുകളാണ്. ഇത് നട്ട് പരിപാലിച്ചാൽ മാത്രം മതി. നമ്മൾ ചെയ്തോളാം മുസക്കായി. ഒരാഴ്ച പച്ചക്കറി വാങ്ങുന്ന പൈസ മതി ഈ പത്രത്തിന് ടിവിന്റെ ഒക്കെ പൈസ കൊടുക്കാൻ. നിങ്ങൾ ഈ പച്ചക്കറി തോട്ടം നോക്കിയാൽ തന്നെ നമുക്കത് വലിയ സഹായ. ഇത് ഞങ്ങൾ ഏറ്റുപ്പച്ചേ. എന്നാ പോരി, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നട്ടേക്കാം. ആയിക്കോട്ടെ. ഇതുപോലത്തെ ചെറിയ ചെറിയ സഹായങ്ങള് ഭർത്താക്കന്മാർക്ക് വലിയ ആശ്വാസമാണ്. ഭർത്താവിന് ആശ്വാസം തരുന്ന ഒരു ഭാര്യയ്ക്ക് ഇനി നമ്മള് ഇത് ഏത് കാലം പറയാൻ തുടങ്ങിയിട്ട് പത്ത്. ഇതങ്ങനല്ല, നിങ്ങളെ തലം കൊണ്ടേക്ക്. ഇത് സത്യം സത്യം സത്യം.